ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് ഞാനൊരു പ്രെയർ പരിചയപ്പെടുത്തട്ടെ. ഔസേ പിതാവിൻ്റെ പവിത്ര മേലങ്കി പ്രാർത്ഥനയാണ്. ഇതെനിക്കൊരു പ്രായമുള്ള സിസ്റ്റർ പരിചയപ്പെടുത്തിയതാണ്. ഈ പുസ്തകം എനിക്ക് കിട്ടിയത് തൃശ്ശൂരുള്ള പുത്തമ്പള്ളിയിലെ ബുക്ക് സ്റ്റോളിൽ നിന്നാണ് ഇത് കിട്ടിയത്. അതുപോലെ ഇത് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ബുക്ക് സ്റ്റാളുകളിൽ ഇത് കിട്ടുമെന്ന് തോന്നണേ. ഇത് ചൊല്ലുന്നത് ഔസേ പിതാവിൻ്റെ പൂജിത ബഹുമാനം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷാകർതൃത്വം പ്രാപിക്കാൻ വേണ്ടിയുള്ള സവിശേഷവും ശ്രേഷ്ഠവുമായിട്ടുള്ളൊരു പ്രാർത്ഥനാക്രമം ഇത്. ഈശോയോടൊപ്പം ഔസേ പിതാവ് 30 വർഷമാണ് ജീവിച്ചത്. അതിൻ്റെ ബഹുമാനാർത്ഥമാണ് 30 ദിവസങ്ങളിലായിട്ടാണ് ഈ പവിത്ര മേലങ്കിയുടെ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഇത് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് മുടക്കം വന്നു പോയി കഴിഞ്ഞാൽ 30ാമത്തെ ദിവസം മുടക്കം വന്ന അത്രയും തവണ കൂടി ചൊല്ലി ഇത് പൂർത്തിയാക്കാം. ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പവിത്ര മേലങ്കി പ്രാർത്ഥന കൊണ്ട് സിദ്ധിക്കുന്ന സവിശേഷ കൃപകൾ അനവധിയാണ്. വിശുദ്ധ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ പ്രാർത്ഥനയിൽ യഥാർത്ഥ വിശ്വാസം ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ചൊല്ലി പരീക്ഷിച്ചു നോക്കുക. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി അതുതന്നെ തെളിയിക്കുന്നതായിരിക്കും. ശുദ്ധീകരണ സ്ഥലത്ത് വേദന സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഭക്തിപൂർവം ഒരു പ്രാർത്ഥന ഉരുവിട്ടതിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങളുടെ നിയോഗം സാധിച്ചു തരുന്നതിന് ശുദ്ധീകരണ ആത്മാക്കളുടെ ശക്തിയേറിയ മാധ്യസ്ഥ ഉറപ്പുവരുത്തുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് തീവ്രവേദന അനുഭവിക്കുന്ന വിശുദ്ധ ആത്മാക്കളിലെ കണ്ണീരൊപ്പുന്നതിന് നാം കാണിക്കുന്ന വ്യഗ്രതയ്ക്ക് ആനുപാതികമായി നമ്മുടെ കണ്ണീരൊപ്പാനായി നമ്മുടെ നിയോഗങ്ങളിലേക്ക് വിശുദ്ധ ഔസേ പിതാവിൻ്റെ മാധ്യസ്ഥം ന്യായമായി നമുക്ക് പ്രത്യാശിക്കാവുന്നതാണ്. ഇങ്ങനെ ഔസേ പിതാവിൻ്റെ രക്ഷാകവചമായ പവിത്ര മേലങ്കി നമ്മുടെ മേലും വിരിക്കപ്പെടുകയും പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും ഈ മേലങ്കി നമുക്ക് സംരക്ഷണ കവചമായി തീരുകയും അങ്ങനെ ഒരു ദിവസം ദൈവകൃപയാൽ നിത്യരക്ഷയുടെ കവാടമണിയാൻ നമുക്ക് ഇടയാവുകയും ചെയ്യും. ഔസേ പിതാവ് സ്വർഗത്തിൽ നിന്നും നമ്മെ നോക്കി പുഞ്ചിരി തൂകുകയും നമുക്ക് അനുഗ്രഹവർഷം ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. ഈശോ തന്നെ ഒരിക്കലും വിശുദ്ധ മാർഗ്രറ്റിനോട് പറയുകയുണ്ടായി, എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ വത്സല മാതാവിനോടും എൻ്റെ രക്ഷാകർത്താവും എനിക്ക് അത്യന്തം പ്രിയങ്കരനുമായ ഔസേ പിതാവിനോടും സവിശേഷ രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നമ്മുടെ ദിവ്യനാഥ ധന്യായ അഗ്രദായിലെ മറിയത്തോട് ഇപ്രകാരം പറഞ്ഞു, മഹാവിശുദ്ധനായ ഔസേ പിതാവിനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും നിങ്ങൾ തുടർച്ചയായി വളരേണ്ടതുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും യാചിക്കുക. ഏത് സാഹചര്യത്തിലും സാധിക്കാവുന്നിടത്തോളം ജനങ്ങളിലേക്ക് ഈ ഭക്തി എത്തിക്കുന്നതിന് നിങ്ങൾ തീവ്രമായി പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്കും അതുപോലെ ഔസേ പിതാവിനുള്ള ഭക്തിയിൽ വളരാം. ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുന്നായിട്ട് നന്നായി കുമ്പസാരിച്ചൊരുങ്ങി വേണം ഇത് ആരംഭിക്കാനായിട്ട്. പിന്നെ എല്ലാ ദിവസവും പറ്റാവുന്ന പോലെ നമ്മൾ കുർബാനയ്ക്കൊക്കെ പോയി ഈശോനെ സ്വീകരിച്ച് മാതാവിനോട് ചേർന്ന് കൊന്തിയൊക്കെ ചൊല്ലി അങ്ങനെ ഈ പ്രാർത്ഥന നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ ശ്രമിക്കാം. ഞാനിതിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇത് നമ്മൾ പുസ്തകം വാങ്ങി ചൊല്ലുന്നതാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പം. ഇത് കേട്ടുകൊണ്ട് തുടരാൻ നമുക്ക് എളുപ്പമല്ല. അപ്പോൾ കഴിയുന്ന എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങി ഔസേ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇത് ചൊല്ലുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.